ഫങ്ഷൻസ് ഓഫ് ലെയേഴ്സ് ഓഫ് OSI റെഫറൻസ് മോഡൽ. അതിലെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 നമ്മൾ 3 ലെയേഴ്സിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് സെഷൻ ലെയർ, അതായത് യൂസർ സപ്പോർട്ട് ലെയേഴ്സിനെ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. ഇത്രയും 4 ലെയേഴ്സിൻ്റെ ഫങ്ഷൻസാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് മാത്രമാണ് പറയുന്നത്. ബാക്കി 3 പാർട്ട് 3 പറയാം. So, functions of transport layer. Transport layer is responsible for process-to-process delivery of the entire message. ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്താൽ ആ മെസ്സേജിന് കംപ്ലീറ്റ് ആയിട്ട് ഡെസ്റ്റിനേഷൻ പ്രോസസ്സിൽ എത്തി എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറാണ്. അപ്പോൾ എന്താണ് ഈ ഡെസ്റ്റിനേഷൻ പ്രോസസ്സ്? അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു മെസ്സേജ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൻ്റെ ഏത് പ്രോസസ്സ്, ഒരു കമ്പ്യൂട്ടറിൽ പല പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവും, അതിൽ ഏത് പ്രോസസ്സിലേക്കാണ് ഡേറ്റ പോകേണ്ടതെന്ന് അറിയണ്ടേ. അതായത് നമ്മളിപ്പോൾ ഒരു ഇമെയിലാണ് അയച്ചതെന്നുണ്ടെങ്കിൽ അവിടെ മെയിൽ റിസീവ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സിൻ്റെ അകത്തേക്കാണ് ആ മെയിൽ പോകേണ്ടത്, ആ ഡേറ്റ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന മെഷീനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ പോരാ, ആ മെഷീനകത്ത് ഏത് പ്രോസസ്സിലേക്കാണ് ഇത് റിസീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രോസസ്സുകളാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് സെൻഡറിലെയും റിസീവറിലെയും ഏത് പ്രോസസ്സുകളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പ്രോസസ്സിനകത്തേക്ക് ഡേറ്റ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നത്. അതായത് എൻറ്റയർ മെസ്സേജ്, നമ്മൾ അയച്ച കംപ്ലീറ്റ് മെസ്സേജ് ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് പ്രോസസ്സിൽ എത്തി, കറക്റ്റായിട്ട് തന്നെ അതവിടെ എത്തി, എററൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഡേറ്റ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് പ്രോസസ്സിൽ തന്നെ എത്തി എന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ലെയറിലാണ് ചെയ്യുക. സോ ട്രാൻസ്പോർട്ട് ലെയറിന് ഇത്രയും ഫങ്ഷൻസാണ് വരുന്നത്: സർവീസ് പോയിൻറ്റ് അഡ്രസ്സിങ്, സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി, ദെൻ കണക്ഷൻ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ. ഇത്രയും ഫങ്ഷൻസാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ, സർവീസ് പോയിൻറ്റ് അഡ്രസ്സിങ്. അപ്പോൾ ഈ സർവീസ് പോയിൻറ്റ് അഡ്രസ്സിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു പ്രോസസ് ടു പ്രോസസ് ഡെലിവറി എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പ്രോസസ്സിലേക്കാണ് ഈ പാക്കറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ആ പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റംസിനകത്തുള്ള പ്രോസസ്സുകളെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോസസ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് സർവീസ് പോയിൻ്റ് അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മളിതിനെ പോർട്ട് അഡ്രസ്സ് എന്നും പറയും. അപ്പോൾ പോർട്ട് അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് സർവീസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ട്രാൻസ്പോർട്ട് ലെയർ എൻഷുവേഴ്സ് ഡെലിവറി ഫ്രം വൺ സ്പെസിഫിക് പ്രോസസ് ഇൻ സോഴ്സ് മെഷീൻ ടു എ സ്പെസിഫിക് പ്രോസസ് ഇൻ ഡെസ്റ്റിനേഷൻ മെഷീൻ. അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രോസസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോർട്ട് അഡ്രസ്സ് അല്ലെങ്കിൽ സർവീസ് പോയിൻ്റ് അഡ്രസ്സ് വേണം. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡർ സൈഡിൽ ട്രാൻസ്പോർട്ട് ലെയർ ആ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് പോണ മെസ്സേജിൻ്റെ ഹെഡറിനകത്ത് ഈ പോർട്ട് അഡ്രസ്സും കൂടെ വയ്ക്കും. അതായത് റിസീവറിൻ്റെ പോർട്ട് അഡ്രസ്സും സെൻഡറിൻ്റെ പോർട്ട് അഡ്രസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ പോർട്ട് അഡ്രസ്സ് അവിടുത്തെ ട്രാൻസ്പോർട്ട് ലെയർ മനസ്സിലാക്കിയിട്ട് ആ കറക്റ്റ് പ്രോസസ്സിലേക്ക് ഈ ഡേറ്റേനെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെഡറിൽ പോർട്ട് അഡ്രസ്സ് ഇൻക്ലൂഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. സെഗ്മെൻറ്റേഷൻ മീൻസ് ദി മെസ്സേജ് റിസീവ്ഡ് ഫ്രം സെഷൻ ലെയർ. സെഷൻ ലെയറിനകത്തു നിന്നാണല്ലോ നമുക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് മെസ്സേജ് വരും. സോ ദി മെസ്സേജ് റിസീവ്ഡ് ഫ്രം സെഷൻ ലെയർ ഇസ് ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. ട്രാൻസ്മിറ്റബിൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് ആ മെസ്സേജിനെ ഡിവൈഡ് ചെയ്യും. ആ എൻ്റയർ മെസ്സേജിന് അങ്ങനെ തന്നെ ഞങ്ങൾ അയക്കുകയല്ല ചെയ്യുക. ആ മെസ്സേജിനെ കുറേ ട്രാൻസ്മിറ്റബിൾ യൂണിറ്റ്സ് ആയിട്ട്, സെഗ്മെൻറ്റ്സ് ആയിട്ട് ട്രാൻസ്പോർട്ട് ലെയറിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഈച്ച് സെഗ്മെൻറ്റ് ഇസ് അസൈൻഡ് വിത്ത് എ സീക്വൻസ് നമ്പർ. ഓരോ സെഗ്മെൻറ്റിനും ഓരോ സീക്വൻസ് നമ്പറും നമ്മൾ അസൈൻ ചെയ്യും. ഈ സീക്വൻസ് നമ്പർ എന്തിനാണ് അസൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ഥലത്ത് കുറേ സെഗ്മെൻറ്റ്സ് അല്ലേ അവിടുത്തെ ട്രാൻസ്പോർട്ട് ലെയറിൽ കിട്ടുക. അപ്പോൾ ഈ സെഗ്മെൻറ്റ്സിനെ എല്ലാം കൂടെ റീഅസംബിൾ ചെയ്തിട്ട് എന്താക്കണം, നമ്മുടെ ഒറിജിനൽ മെസ്സേജ് തന്നെ ആക്കണം. അപ്പോൾ റീഅസംബിൾ ചെയ്യുന്ന സമയത്ത് അതിന് ഓർഡർ കീപ്പ് ചെയ്യേണ്ടതെന്ന്, ഓർഡർ കറക്റ്റ് ഓർഡറിൽ വെച്ചാലേ ആ കറക്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുള്ളൂ. സോ ദി സീക്വൻസ് നമ്പർ ഹെൽപ്സ് ഇൻ റീഅസംബിളിങ് ദി പാക്കറ്റ്സ് അറ്റ് ദി റിസീവർ എൻഡ്. പിന്നെ സീക്വൻസ് നമ്പറിൻ്റെ വേറൊരു യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഹെൽപ്സ് ടു റീപ്ലേസ് ലോസ്റ്റ് പാക്കറ്റ്സ്. അതായത് ഏതെങ്കിലും പാക്കറ്റ് വഴിയിൽ ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡേറ്റ ട്രാൻസ്മിഷനിൽ പാക്കറ്റ്സ് ലോസ് ആയെന്നുണ്ടെങ്കിൽ ആ പാക്കറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക മീൻസ് നമുക്ക് സെൻറ്ററിൻ്റെ അടുത്ത് പറയാം ഇങ്ങനെ ഒരു പാക്കറ്റ് കിട്ടിയിട്ടില്ല. അതായത് 1 മുതൽ 10 വരെയുള്ള സീക്വൻസ് നമ്പേഴ്സിലാണ് ഉള്ള പാക്കറ്റ്സാണ് സെൻഡ് ചെയ്തത്.
അപ്പോൾ നമ്മളത് റീഅസംബിൾ ചെയ്യുന്ന സമയത്ത് 7 എന്ന് പറഞ്ഞിട്ട് സീക്വൻസ് നമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് അവിടെ വഴിയിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പാക്കറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് റീസെൻഡ് ചെയ്യാൻ സെൻറ്ററിനോട് പറയാം. അപ്പോൾ ലോസ്റ്റ് പാക്കറ്റ്സ് റീപ്ലേസ് ചെയ്യാനും ഈ ഒരു സീക്വൻസ് നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനൊരു ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ലെയർ എന്ന് പറഞ്ഞാൽ സെഷൻ ലെയറാണ്. സെഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ലെയർ 5 അല്ലേ. L5 ഡേറ്റ സെഷൻ ലെയറിൽ നിന്ന് വന്നു, നേരെ ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയറിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റേനെ കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഈ ഓരോ സെഗ്മെൻറ്റും ഓരോരോ മെസ്സേജ് ആയിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിൻ്റെ കൂടെയും ഓരോ ഹെഡർ ആഡ് ചെയ്യും. അതായത് ട്രാൻസ്പോർട്ട് ലെയർ ഹെഡർ എന്ന് പറഞ്ഞാൽ ഹെഡർ 4 എന്ന് പറയാം. ഹെഡർ 4 ഇവിടുത്തെ ഓരോ മെസ്സേജിൻ്റെ കൂടെയും ആഡ് ചെയ്തിട്ട് ഈ മെസ്സേജസ് ആണ് ഇനി തൊട്ട് താഴത്തെ ലെയറിലേക്ക് പോകാൻ പോകുന്നത്. തൊട്ട് താഴത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ സെഷൻ ലെയർ എന്നുള്ള ഒരു മെസ്സേജിനെടുത്തു ട്രാൻസ്പോർട്ട് ലെയറിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി ഡിഫറെൻറ്റ് മെസ്സേജുകളാക്കി മാറ്റി ഈ സെഗ്മെൻറ്റ്സിനെയാണ് നെറ്റ്വർക്ക് ലെയറിലേക്ക് വിടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ ഇസ് കണക്ഷൻ കൺട്രോൾ. കണക്ഷൻ കൺട്രോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിന് ഒന്നുകിൽ കണക്ഷൻ ലെസ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മുടെ ഇപ്പോൾ 2 പ്രോസസ്സുകൾ തമ്മിൽ, അതായത് സെൻഡിങ് മെഷീനിലും റിസീവിങ് മെഷീനിലെയും പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എൻ്റയർ മെസ്സേജിനെ ആ പ്രോസസ്സിൽ ഡെലിവർ ചെയ്യിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എൻ്റയർ മെസ്സേജ് കൃത്യമായിട്ട് അവിടെ ഡെലിവർ ചെയ്തു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ലെയർ ചില സമയത്ത് ട്രാൻസ്പോർട്ട് ലെയറിന് വേണമെങ്കിൽ ഒരു ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം സെൻഡറും റിസീവറും തമ്മിൽ. അപ്പോൾ ഒരു കണക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇറ്റ് ഇസ് എ ലോജിക്കൽ പാത്ത് ബിറ്റ്വീൻ എ സിംഗിൾ ലോജിക്കൽ പാത്ത് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവറാണ്. സെൻഡറിനും റിസീവറിനും ഇടയ്ക്കൊരു സിംഗിൾ ലോജിക്കൽ പാത്ത്, അതിനെയാണ് നമ്മൾ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ സെൻഡ് ചെയ്യണതിൻ്റെ മുന്നേ ഒരു ലോജിക്കൽ പാത്ത് ഇവരുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഡേറ്റ സെൻഡ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലാതെയും ചെയ്യാം. അപ്പോൾ അതാണ് 2 രീതിയിൽ ഇതിന് ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത്. കണക്ഷൻ ലെസ് ആയിട്ടും ബിഹേവ് ചെയ്യാം, കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും ബിഹേവ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണ കാര്യം പറഞ്ഞത് അത് കണക്ഷൻ ഓറിയൻറ്റഡ് ബിഹേവിയറാണ്. അപ്പോൾ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 3 സ്റ്റെപ്പ് വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതായത് ഏത് ഡെസ്റ്റിനേഷൻ ഡിവൈസുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതുമായിട്ട് ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഒരു ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനുശേഷം ഡേറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഡേറ്റ ട്രാൻസ്ഫർ. വെൻ ദി ഡേറ്റ ട്രാൻസ്ഫർ ഇസ് കംപ്ലീറ്റഡ് ഓർ ഡേറ്റ ട്രാൻസ്ഫർ ഇസ് ഓവർ, ഈ കണക്ഷനെ വിഡ്രോ ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ കണക്ഷൻ റിലീസ് എന്നാണ് പറയാം. അപ്പോൾ ആ രീതിയിൽ ട്രാൻസ്പോർട്ട് ലെയർ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും, കണക്ഷനെ റിലീസ് ചെയ്യും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇതിന് കണക്ഷൻ ലെസ് ആയിട്ട് വർക്ക് ചെയ്യാം. കണക്ഷൻ ലെസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ട്രാൻസ്പോർട്ട് ലെയർ ട്രീറ്റ്സ് ഈച്ച് സെഗ്മെൻറ്റ് ആസ് ഇൻഡിപെൻഡൻറ്റ് സെഗ്മെൻറ്റ്സ് ഓർ ഇൻഡിപെൻഡൻറ്റ് പാക്കറ്റ്സ്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് പാക്കറ്റ്സ് ആയിട്ട് ആയിരിക്കും സെൻഡർ അയക്കുക. അതായത് ഒരു ലോജിക്കൽ പാത്തൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല സെൻഡറും റിസീവറും തമ്മിൽ. അപ്പോൾ ഇവർ ഏതിലാണോ നെറ്റ്വർക്ക് കൺജഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവുള്ളത് അങ്ങനെ പല പാത്തുകൾ നോക്കിയിട്ട് ഈ സെഗ്മെൻറ്റ്സ് അങ്ങോട്ട് സെൻഡ് ചെയ്യും നെറ്റ്വർക്കിലൂടെ. അപ്പോൾ പല പാത്തിലൂടെ ആയിരിക്കും സെഗ്മെൻറ്റ്സ് പോവുക. പക്ഷേ അവസാനം റിസീവർ എൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റ്സിനെയൊക്കെ സീക്വൻസ് നമ്പറൊക്കെ ചെക്ക് ചെയ്ത് റീഅസംബിൾ ചെയ്തിട്ട് കറക്റ്റ് പ്രോസസ്സിലേക്ക് എത്തിക്കും. അതാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ ലെസ് ആയിട്ടും കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ദർ ഇസ് എ ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ ദി സെൻഡർ ആൻഡ് റിസീവർ. ആ ഒരു ഡേറ്റ ഫ്ലോയിൻ്റെ അത് റേറ്റ് ഓഫ് ഡേറ്റ ഫ്ലോ അതിനെ കൺട്രോൾ ചെയ്യുക. അതാണ് ഫ്ലോ കൺട്രോൾ എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഫ്ലോ കൺട്രോൾ എപ്പോഴാണ് വേണ്ടി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഡേറ്റ റേറ്റ് അറ്റ് വിച്ച് data is received at the receiver or the data is absorbed at the receiver end is less than the data rate at which it is produced at the sender. അതായത് സെൻഡർ ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റ റേറ്റ് കൂടുതലും റിസീവർ അത് റിസീവ് ചെയ്യുന്ന ഡേറ്റ റേറ്റ് കുറവുമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് സംഭവിക്കുക? സെൻഡർ വളരെ ഫാസ്റ്റായിട്ട് ഡേറ്റ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശം എന്താ? പെർ സെക്കൻഡിൽ എത്ര സെൻഡ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഡേറ്റ ഒരു യൂണിറ്റ് ടൈമിൽ സെൻഡർ സെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം അത്രയും ഡേറ്റ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി റിസീവറിനില്ല. അപ്പോൾ റിസീവർ വളരെ സ്ലോ ആയിട്ടാണ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദർ വിൽ ബി ആൻ ഓവർവെൽമിങ് ഓഫ് ഡേറ്റ അറ്റ് ദി റിസീവർ എൻഡിൽ ഒരുപാട് ഡേറ്റ അങ്ങനെ ചെന്ന് വെയിറ്റ് ചെയ്യണ അവസ്ഥയാവും.
അപ്പോൾ അങ്ങനെയാവണ സമയത്ത് അതൊരു പ്രശ്നമാണ്. റിസീവറിൻ്റെ എൻഡിൽ ഓവർവെൽമിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ റിസീവറിന് അത് കറക്റ്റായിട്ട് എല്ലാം റിസീവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ദിസ് ട്രാൻസ്പോർട്ട് ലെയർ വിൽ ഇമ്പോസ് എ ഫ്ലോ കൺട്രോൾ. അപ്പോൾ ഈ ഫ്ലോ കൺട്രോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസീവറിൻ്റെ ഡേറ്റ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സെൻഡറിൻ്റെ ഡേറ്റ റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിസീവർ സെൻഡറിനെ അറിയിക്കും ഇത്രയും പാക്കറ്റ്സാണ് ഇതിന് റിസീവ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെൻഡർ സെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ ഇമ്പോസ് ചെയ്യണത് ട്രാൻസ്പോർട്ട് ലെയറാണ്. അപ്പോൾ ഇതിനെ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺട്രോൾ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള പ്രോട്ടോകോൾസൊക്കെ യൂസ് ചെയ്യാം. Then next function is error control. Error control ensures that the entire message is received at the correct process error free. എറർ ഫ്രീ ആയിട്ട് റിസീവിങ് എൻഡിൽ ഈ മെസ്സേജ് റിസീവ് ചെയ്തു എന്ന് എൻഷുർ ചെയ്യുകയാണ് ഈ എറർ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ എറേഴ്സ് വരാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജ് ടു ദി പാക്കറ്റ്. നമ്മൾ സെൻഡ് ചെയ്ത് ആ ഡേറ്റ പാക്കറ്റിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കാം. ഡാമേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഡേറ്റ കറപ്റ്റഡ് ആയി പോവുക, വൺസും സീറോസ് ആയി പോവുക, സീറോസ് വൺസ് ആയി പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറപ്റ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡാമേജ് എന്നാണ് പറയുക. പിന്നെ വരാവുന്ന ഒരു എറർ എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. അതായത് ഒരു ഡേറ്റ പാക്കറ്റ് നമ്മളിവിടുന്ന് സെൻഡ് ചെയ്തു, അത് അവിടെ റിസീവ് ആയില്ല, ഇടയ്ക്ക് വെച്ചിട്ട് അത് ലോസ്റ്റ് ആയിപ്പോയി. ഇനി വേറൊരു എറർ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് നമ്മൾ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് അത് 2 എണ്ണമായിട്ട് അവിടെ റിസീവ് ചെയ്തു, വെച്ചാൽ ഒരു പാക്കറ്റ് 2 തവണ റിസീവ് ചെയ്തു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ റിസീവറിനെ അത് അങ്ങോട്ട് കളയാം, ഡ്യൂപ്ലിക്കേറ്റിനെ കളയാം. ഡേറ്റ ലോസ് അല്ലെങ്കിൽ ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ റീട്രാൻസ്മിഷൻ. ആ എറർ കറക്ഷൻ ചെയ്യണത് യൂസിങ് റീട്രാൻസ്മിഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസീവർ അത് സെൻഡറിനെ അറിയിക്കും, സെൻഡർ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ എറർ കൺട്രോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ദി ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദി സെൻഡർ മേക്ക് ഷുവർ ദാറ്റ് ദി എൻറ്റയർ മെസ്സേജസ് അറൈവ്ഡ് അറ്റ് ദി റിസീവർ എറർ ഫ്രീ. എറർ ഫ്രീ ആയിട്ട് റിസീവറിൽ കംപ്ലീറ്റ് മെസ്സേജ് കിട്ടി എന്നുള്ളത് സെൻഡറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ എൻഷുർ ചെയ്യുക. അതാണ് എറർ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റീട്രാൻസ്മിഷനാണ് ചെയ്യുക. എന്തെങ്കിലും എറർ സംഭവിച്ചു എന്ന് റിസീവർ പറയുകയാണ്, ഡേറ്റ കിട്ടിയില്ല എന്നോ ഡാമേജ് ഉണ്ടെന്നോ പറയുകയാണെങ്കിൽ സെൻഡർ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ലെയറിലെ ഡേറ്റ എവിടേക്കാണ് പോവുക? നെറ്റ്വർക്ക് ലെയറിലേക്കാണ് പോവുക. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.